ബ്രിട്ടീഷുകാരാലും നാട്ടുപ്രമാണിമാരാലും ചതിച്ചുകൊല ചെയ്യപ്പെട്ട കരിന്തണ്ടൻ കൊന്നിട്ടും ചങ്ങലമരത്തിൽ തളച്ച് വീണ്ടും അപമാനിക്കപ്പെട്ട ഒരാത്മാവ്. വളർന്നുകൊണ്ടേയിരിക്കുന്ന ചങ്ങലക്കണ്ണികൾ പോലെ, ചുരത്തിനെ ചുറ്റിയടിച്ച ചക്രവാതം പോലെ കരിന്തണ്ടന്റെ കഥകൾ. നുണകൾ ആവർത്തിച്ചു പറഞ്ഞ് മണ്ണിന്റെ മനുഷ്യരുടെ ചരിത്രത്തെ ജനമനസ്സുകളിൽ നിന്ന് മായ്ച്ചു കളയാൻ ഗൂഢലക്ഷ്യങ്ങളുള്ള കാലത്ത് കരിന്തണ്ടനെ പോലുള്ളവരുടെ ചരിത്രത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്താതെ വയ്യ. മൂടി വയ്ക്കുന്തോറും പുറപ്പെട്ടു പോയ ആ വെടിയുണ്ടയ്ക്ക് കണ്ണുകൾ മുളയ്ക്കുന്നു. നാടകം മലമകൻ. നീങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാൻ വന്നതാക്കും. അത് ഞാങ്കടെ തന്നെ കഥയാണ്. ഏഴും മുത്തപ്പനും ആ കാണണ മലകൾ ഇറങ്ങി വന്ന കഥ. എടി ഉത്തമ്മ, കുറച്ചുകൂടി പോകാതെ തന്നെ കഥ ഇവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോ ഒരു ഇമ്പം വേണ്ടേ? പണ്ട് ഞാനും മുത്തപ്പനും ആ കാണുന്ന മലയാളം ബോർഡിലാണ് ആദ്യം കൂട്ടിവെച്ച് താമസിച്ചത്. ഏനും മുത്തപ്പനും ആങ്കളെ പെങ്കളായിട്ടാണ് ഞാങ്കളുടെ ദൈവം മാനങ്കോട്ടൊപ്പം ഞാങ്കളെ പടച്ചത്. മലയിലെ തേരും കിഴങ്ങുകളും പഴങ്ങളും കഴിച്ച് ഞാങ്കൾ ജീവിച്ച്, അങ്ങനെ മലയിൽ ഞാങ്കൾ നല്ല തൊക്കായിട്ട് ജീവിച്ചു വരുമ്പോഴാ മല കയറി വന്ന താമ്പുരാനും കൂട്ടരും ഞാങ്ങളെ കെണി വെച്ച് പിടിച്ചത്. മലയുടെ ബോളിന്ന് അടിവാരത്തേക്ക് കൊണ്ടുവന്ന ഞാങ്കൾക്ക് വയറ് നിറച്ച് വേവിച്ച് ഇറച്ചി തന്ന തമ്പിരാനോട് ഞങ്ങൾക്ക് ഇഷ്ടായപ്പോ ഇനി ഇവിടെ നിന്ന് പോണ്ടാ പറഞ്ഞ തമ്പിരാൻ. ഇനി നിങ്ങൾ മല കയറി പോണ്ടാന്ന്. തമ്പിരാന്റെ പാടത്ത് നേരം വെളുത്താ പിന്നെ
സൂര്യൻ അസ്തമിക്കണ വരെ പണി. അതൊക്കെ താമ്പ്രാൻ ഞങ്ങളെ നിറച്ചു നെല്ലുണ്ടാവണ പാടത്ത് ചേക്കടിയനായി ഞങ്ങൾ ജീവിച്ച് പാടത്ത് പണിയെടുക്കാനായിട്ട് ആളില്ലാതെ വന്നപ്പോ ഇനി എന്താ ചെയ്യാൻ തമ്പിരാൻ? അപ്പൊ തമ്പിരാൻ പറയാണ്, നീങ്ങളിനി അരയ്ക്ക് മേലേക്ക് ആങ്ങളെയും പെങ്ങളും അരയ്ക്ക് കീഴേക്ക് ആണും പെണ്ണുമായി കഴിയാൻ. ഞങ്ങള് താമ്പിരാൻ പറഞ്ഞത് അനുസരിച്ച് ജീവിച്ചു. ആങ്ങളും പെങ്ങളുമായി ആണും പെണ്ണുമായി ഞങ്ങൾക്ക് 5 ആണും 5 പെണ്ണുമായി 10 മക്കളുണ്ടായി. അങ്ങനെ ആ കുട്ടികളും ഒരു പെരുകി കുറെ പണിയില് ഈ ഭൂലോകത്ത് വന്നു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ് ആങ്ങളെ പെങ്ങളായിരുന്ന മുത്തപ്പനും പണിയ ജാതിന്റെ ആദിമുത്തപ്പനും മുത്തിയുമായി. അരയണ മേലേട്ടയ്ക്ക് ആങ്കളയും പെങ്ങളയും അരയണ മേലേട്ടയ്ക്ക് ആങ്ക